നമസ്കാരം. ഇന്ന് നമുക്കൊരു സായ് പനീർ വെച്ചാൽ അപ്പം അതിന് വേണ്ടിയത് പെരിഞ്ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകം, പിന്നെ ഇതേലെ ഈ 2-3 അത് 2 ചക്രത്തിൻ്റെതും 2 ഇതും, പിന്നെ ഏലക്കയും കറുത്ത വലിയ ഏലക്കയൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇത്രയും സാധനം, ഇത്രയും മസാലകൾ. പിന്നെ വേണ്ടിയത് ഞാൻ പനീർ മേടിച്ച് ഇത്രയും വെച്ചിട്ടുണ്ട്. അത് ഈ പനീറായിരുന്നു 125 രൂപ എങ്ങാണ്ടായി ഇതിന്. നല്ല പനീർ. അത് ഞാൻ ഒരു ദിവസം വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇത്രയും പനീർ അത് നമുക്കൊന്ന് അത്. പിന്നെ വേണ്ടിയത് ഇത് ഫ്രഷ് ക്രീം. നമ്മൾ ഇത് തക്കാളിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ കുക്കറിനകത്ത് ഇട്ടുകൊണ്ട് ഒരു സീറ്റി അടിക്കണം. സീറ്റി അടിച്ചിട്ട് അതെല്ലാം അടിച്ചിട്ട് കഴിയുമ്പം തക്കാളിക്കയുടെ പുറന്തൊലി അങ്ങ് പോകും. എന്നിട്ട് അത് പീസ് ചെയ്ത് വെച്ചതും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതും അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇനി നമുക്ക് വെക്കുന്നത് തുടങ്ങുമ്പം നിങ്ങളെ ഞാൻ ബാക്കി. അപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇതൊക്കെ ഇടാം. ആദ്യം നമുക്ക് ഇതിടാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പെരിഞ്ജീരകം ഇടാം. പിന്നെ നല്ല ജീരകം ഇടാം. അപ്പം പെരിഞ്ജീരകവും നല്ല ജീരകവും ഒന്ന് മൂക്കട്ടെ. അപ്പം പെരിഞ്ജീരകവും നല്ല ജീരകവും മൂത്തു. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ആദ്യം ഈ ഉള്ളി അങ്ങോട്ട് ഇടാം. ഇനി നമുക്ക് അതിനകത്തോട്ട് തക്കാളിക്കായി ഇത് നല്ലോണം ഒന്ന് മൂക്കട്ടു. നമ്മുടെ ആ പനീറിൻ്റെ ഇല ഒന്ന് നല്ലോണം ഈ തക്കാളിക്ക് അരച്ചതും ഉള്ളി അരച്ചതും കൂടെ നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് മൂക്കണം. ഇതിൽ ആ വെള്ളമില്ലാതെ പറ്റണം. പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് രുചി വരും. അപ്പം വടക്കേന്ത്യയിലെ ആൾക്കാരൊക്കെ വെക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഇച്ചിരി ഇതിനെല്ലാത്തിനും ഒരു ഇച്ചിരി കുറവൊക്കെ ചേർക്കണം. അപ്പം ഈ ഉള്ളിയുടെ തക്കാളിക്കടയും കൂടെ പച്ച ഇതങ്ങ് മാറും. അന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മളെ കൂട്ടാൻ്റെ എല്ലാം നമ്മളെ റെഡിയായി. ഇതിൻ്റെ വെള്ളമെല്ലാം വെട്ടി. ഇനി നമുക്ക് അതിനകത്തുള്ള മസാലകളിടാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പഞ്ചസാരയും മുളകും ഇടും. നമ്മുടെ മസാലകളെല്ലാം നമ്മൾ ചേർക്കും. ഇനി ആ മസാല അതിൽ കിടന്നൊന്ന് നോക്കണം. അപ്പം നമ്മുടെ പനീറിൻ്റെ എല്ലാം വെള്ളം വറ്റി നമ്മളിങ്ങനെയാക്കി. ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് അതിപ്പം ഗ്രേവി ഓരോരുത്തരുടെയും എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഗ്രേവി ഇരിക്കും. അപ്പം നമ്മൾ ആദ്യം തിളപ്പിച്ചരച്ച വെള്ളമാണ് ഞാനെടുക്കുന്നത്. ഈ അസുഖമൊക്കെ ആയതുകൊണ്ട് ഞാൻ തിളപ്പിച്ചരച്ച വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടിയത് ഞാൻ പാലിവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂണ് പാലൊഴിക്കും. അപ്പോൾ ഇത്രയും മതി. ഗ്രേവി നമുക്കധികം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കല്ലേ കൂട്ടുന്നത്. അപ്പം ഗ്രേവി എത്രയും വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. ഇതിനകത്ത് ഈ മല്ലിയില ഇതെല്ലാം ഇടാൻ നമ്മൾ കസ്തൂരി മേത്തി നമുക്കിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. പിന്നെ നമ്മൾ ചിലർ ഈ പനീർ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചായിരുന്നു. പക്ഷെ ഞാൻ മൂപ്പിക്കുന്നില്ല. ഞാൻ പച്ചയായിട്ട് തന്നെ അതങ്ങനെ ഇടും. അപ്പം എല്ലാവരും സായി പനീർ ഉണ്ടാക്കാൻ അധികം നമ്മളെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണെങ്കിൽ എളുപ്പം നമുക്ക്
അന്നേരം നമ്മൾ കുക്കറിനകത്തോട്ട് വെച്ച് തന്നു സീറ്റി അടുപ്പിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാൻ നന്നായിട്ടിരിക്കും. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. അഥവാ ഇത് കുറുകുറാന്ന് ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം പാലൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചാൽ മതി. ഇപ്പം പാല് തന്നെ ചേർക്കണമെന്നില്ല, വെള്ളം ചേർത്താലും മതി. ഞാനിപ്പോൾ ഇച്ചിരി പാലുള്ളത് കൊണ്ട് ഞാനങ്ങ് ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും അതിന്. ഇതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ അരച്ച് നമുക്ക് അതും ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ഞാനത് അരച്ചിനി ഇതിനകത്തോട്ട് അതുവരെ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ, ഒന്ന് തിളച്ച് നല്ല കുറുകിയിരിക്കും. അപ്പം നമ്മുടെ പനീറൊന്ന് തുറന്ന് നോക്കാം. പനീറെല്ലാം തിളച്ച് നല്ല ഇതായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് കുറുകിയോ എന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിനൊരു വിധം കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പുണ്ടോ എന്ന് ഇച്ചിരി ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു ശകല ഉപ്പും കൂടെ വേണം. ഇതിനകത്തപ്പം ലാസ്റ്റ് വാങ്ങുമ്പോൾ ഇച്ചിരി അപ്പം ഞാൻ വേണ്ട അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇന്നലെ വെള്ളത്തിയിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രീം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. നമ്മൾ നല്ല അടിപൊളി ഇതായിരിക്കും. പിന്നെ നമ്മൾ ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതെല്ലാം ഒരു പാക്കറ്റ് മേടിച്ചാൽ നമ്മൾ ഒത്തിരി നാൾ നമുക്ക് എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, കേടാകും. അപ്പം നമുക്ക് അതേക്കും കൂടെ ഇച്ചിരി ഫ്രഷ്. ഇതിപ്പം ഈ ക്രീം ഇല്ലെന്നും പറഞ്ഞ് വെക്കാതിരിക്കേണ്ട. നമ്മളൊരു കാര്യം ചെയ്താൽ അതിന് പകരം നമ്മുടെ കയ്യിൽ നമ്മൾ പാലുറങ്ങിപ്പിക്കില്ല, അതിൻ്റെ നീളത്തെ പാടയില്ലേ, അതെടുത്ത് ഇതിനകത്തിട്ടാലും മതി. അല്ലാതെ ക്രീം ഇല്ലെന്നും പറഞ്ഞിപ്പം നിങ്ങൾ വെക്കാതിരിക്കേണ്ട. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പനീർ കൂട്ടാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാൽ എത്ര രൂപ ആവും നല്ല അടിപൊളി പനീർ കൂട്ടാൻ. ഇപ്പം ഞാൻ ഗ്യാസ് അങ്ങ് ബന്ധാക്കി. പിന്നെ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ ബൈ.